ഇത്രയും ദൂരം ഉള്ളതുകൊണ്ട് അന്ന് യോഹാനമോൻ സേവ്യർ തിരുമേനിയാണ് തിരുമേനിയോട് പറഞ്ഞ് ഈ ഭാഗത്തേക്ക് മാറ്റി. അതിനുശേഷം എനിക്ക് ആദ്യമായിട്ട് കരിപ്പകുന്ന് ഇടവകയാണ്. കരിപ്പകുന്ന് ഇടവക ഒരു വലിയ ഇടവകയാണ്. ആ ഇടവകയിലേക്ക് വന്നു. ആ ഇടവകയിൽ ഞാൻ വരുമ്പോൾ ശോചനീയമായ ഒരു അവസ്ഥയായിരുന്നു. ആ ഇടവകയിൽ സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ട്. അന്ന് അച്ഛന്മാർക്ക് ശമ്പളം കൊടുക്കാൻ പൈസയില്ല. അന്ന് ശമ്പളം കൊടുക്കുന്നത് പൊലിഭോഗം പിരിച്ചിട്ട് പിടിയേരി പിരിച്ചിട്ടൊക്കെയാണ്. ആ കിട്ടുന്ന കാശ് കൊണ്ടാണൊക്കെയാണ് പള്ളി നടത്തിക്കൊണ്ട് പോരുന്നത്. ആ കാലഘട്ടത്തില് ഞാൻ അവിടുന്ന് ചാർജ് എടുത്തതിന് ശേഷം എനിക്ക് തോന്നി പള്ളിക്ക് എന്തെങ്കിലും വരുമാന മാർഗം ഉണ്ടാക്കണം. ആ വരുമാന മാർഗം എങ്ങനെയായിരിക്കണം ഉണ്ടാക്കേണ്ടത്? എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു ആശയം, വഴി സൈഡില് ഒരു കുരിശുണ്ടാക്കി കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു വരുമാനം കിട്ടുമല്ലോ. അന്ന് അത്രയും ദാരിദ്ര്യമായിരുന്നു ഇടവകകൾക്ക്. അങ്ങനെയാണ് മനസ്സ് വന്നതും ഇടവകയിൽ കമ്മിറ്റിയിൽ അഭിപ്രായം പറഞ്ഞതും. അങ്ങനെ കമ്മിറ്റിക്കാർ നോക്കി പട്ടിക്കാട് ഭാഗത്ത് ഒരു സെന്റ് സ്ഥലം റോഡ് സൈഡിൽ കിട്ടി. ആ 1 സെന്റ് സ്ഥലത്താണ് പട്ടിക്കാട് ആദ്യമായി ഒരു കുരിശ് ഉണ്ടാക്കുന്നത്. പലരും കളിയാക്കി ഈ വഴി സൈഡിലാണ് കുരിശ് ഉണ്ടാക്കുന്നതെന്ന്. പക്ഷെ അന്ന് 4-5 നിലകളുള്ള ഒരു വലിയ കുരിശ് തന്നെ അവിടെ ഉണ്ടാക്കാൻ സ്ഥാപിച്ചു. പരിമളത്തിനുവേണ്ടി നാമത്തിലാണ് ആ കുരിശ് ഉണ്ടാക്കിയത്. അത് യോഹാനമാർ സേവ്യർ തിരുമേനിയും യാക്കോബാർ പോളിക്കാർ തിരുമേനിയും കൂടി അത് കൂദാശ ചെയ്തു. ആദ്യമായി സേവ്യർ തിരുമേനി അവിടെ കുർബാന അർപ്പിച്ചു ആ കുരിശിങ്കില്. ഒത്തിരി അച്ഛന്മാർ കളിയാക്കി അന്ന്, ഈ നടുറോട്ടിലാണോ കുർബാന ചെല്ലുന്നതെന്ന് കളിയാക്കി. പക്ഷേ എങ്കിൽ ഒരു കാര്യം നാം ഇവിടെ ഓർക്കേണ്ടതുണ്ട്. ഒരു കുരിശ് കാരണം ഇടവക രക്ഷപ്പെട്ടു. കാരണം അന്ന് ധാരാളം പൈസ നാനാജാതി മതസ്ഥര് ഈ ഭണ്ഡാരത്തിൽ കൊണ്ടുവന്നിടുമായിരുന്നു. വലിയ തുകയാണ് അവര് ഓരോ മാസവും അതിൽ എടുക്കുന്നത്. അങ്ങനെ കരിപ്പുകുന്ന് ഇടവയ്ക്ക് വലിയ ഒരു സാമ്പത്തിക നേട്ടമായി ആ കുരിശ് ഉണ്ടായി. അവിടെ ഒരു മധ്യസ്ഥ തുടങ്ങി. എല്ലാ വെള്ളിയാഴ്ചയും പരിധിനാമത്തിലുള്ള പ്രാർത്ഥന തുടങ്ങി. ധാരാളം ആളുകള് ചുറ്റുപാടുള്ള ഇടവകളിൽ നിന്നൊക്കെയും ആളുകൾ വന്നുകൊണ്ടിരുന്നു. വലിയ ഒരു സാമ്പത്തിക നേട്ടം തന്നെ ആ ഇടവയ്ക്ക് ഉണ്ടായി. അത് കഴിഞ്ഞതിന് ശേഷം ആ ഇടവയ്ക്ക് വേണ്ടിയിട്ട് തൊട്ട് താഴത്ത് തന്നെ ഒരു സ്ഥലം, 22 സെന്റ് സ്ഥലം അന്ന് വാങ്ങിക്കുവാൻ ഇടവന്നു. ആ സ്ഥലത്താണ് ഇന്ന് കരിപ്പകുന്ന് ഇടവകയുടെ ഷോപ്പിംഗ് മോൾ ഉള്ളത്. അത് അവർക്ക് വലിയ നേട്ടമായി. അങ്ങനെ ഒരു വലിയ മാറ്റം പട്ടിക്കാട് ഭാഗത്ത് ഉണ്ടാക്കുവാൻ അത് കാരണമായി തീർന്നു. ആ കുരിശിങ്കിൽ തുടങ്ങിയ കൺവെൻഷനാണ് ഇന്ന് MCM കൺവെൻഷൻ എന്നറിയപ്പെടുന്ന കൊച്ചി ഭദ്രാസനിലെ ഏറ്റവും വലിയ കൺവെൻഷൻ ഒന്നായി മാറിയത്. ആ കുരിശൻ തൊട്ടിയുടെ മുമ്പിൽ തുടങ്ങിയ MCM കൺവെൻഷൻ ഇന്ന് ധാരാളം ആളുകൾ പങ്കെടുക്കുന്ന, ഒരാഴ്ച കാലം നിലനിൽക്കുന്ന, വലിയ നോമ്പ് തുടങ്ങുന്ന അന്ന് മുതൽ ഒരാഴ്ച കാലം മോണ്ട് നിൽക്കുന്ന വലിയൊരു കൺവെൻഷനായി മാറിയിട്ടുണ്ട്. അതിൽ വലിയ സന്തോഷമുണ്ട്. അങ്ങനെ ആ ഇടവകയിൽ ഞാൻ പ്രവർത്തിച്ചു. ആ ഇടവക രക്ഷപ്പെട്ടു. തുടർന്ന് വർഷങ്ങളോളം ഇന്ന് നോക്കുമ്പോൾ ഏതാണ്ട് ഈ പ്രദേശത്തുള്ള എല്ലാ ദേവാലയങ്ങളിലും എനിക്ക് പ്രവർത്തിക്കാൻ ഇടന്നു. കരിപ്പകുന്ന് ഇടവകയിൽ 8 വർഷം, പണയമ്പാറയിലും അതുപോലെ 8 വർഷം. ഓരോ ഇടവകയിലും വീണ്ടും വീണ്ടും അവിടെ തന്നെ എന്നെ പ്രവർത്തിക്കുവാനായിട്ട് ആ ഇടവകക്കാർ ആവശ്യപ്പെട്ടതനുസരിച്ച് അവിടെയൊക്കെ പ്രവർത്തിക്കാൻ കഴിഞ്ഞു. എന്നാൽ ഇന്ന് റിട്ടയറായി സ്വസ്ഥമായി കഴിയുകയാണ്. റിട്ടയർ ആവുന്നതിന് മുമ്പ് എനിക്ക് വലിയൊരു ഭാഗ്യം ലഭിച്ചത്, ഒരു ദേവാലയം പണിയുവാൻ എനിക്ക് അവസരം കിട്ടി. അത് ചവറാമ്പാടത്തായിരുന്നു. ചവറാമ്പാടത്തേക്ക് എന്നെ തിരുമേനി നിയോഗിച്ചപ്പോൾ ഒരു പഴയ പള്ളിയായിരുന്നു അവിടെയുള്ള, ഇടിഞ്ഞു പൊളിഞ്ഞു പോയ ഒരു ദേവാലയം. 2 കൂട്ടരും കേസ് നടത്തി ആ ദേവാലയത്തെ നോക്കാതെ ഇരുന്നു. ശുശ്രൂഷിക്കാൻ പോകുന്നവരും അത് ശ്രദ്ധിക്കാതെ പോകുന്നു. വർഷക്കാലാകുമ്പോൾ ചോർന്നൊലിക്കുന്ന ദേവാലയം. അതുപോലെ തന്നെ ചെതൽ മണ്ണ് വീഴുന്ന ദേവാലയമായിരുന്നു പഴയ ദേവാലയം. അവിടെ നിന്ന് ഒരു പുതിയ ദേവാലയത്തിലേക്ക് ചിന്ത വന്നു. അതിനെ എല്ലാവരെയും ഞാൻ ഉത്സാഹിപ്പിച്ചു. അങ്ങനെ ആദ്യപടിയായി ഒരു കാതോലിക്കേറ്റ് സെന്റർ അവിടെ ഉണ്ടാക്കി. അങ്ങനെയാണ് പുതിയ ദേവാലയത്തിന് തുടക്കം കുറിക്കുന്നത്. 10 വർഷത്തോളം ആ ഇടവകയിൽ എനിക്ക് പ്രവർത്തിക്കാൻ ഇടവന്നു. പുതിയ ദേവാലയം എന്ന് പറയുന്നത് മനോഹരമായ ദേവാലയമാണ്. അതിൻ്റെ കണക്കുകളെല്ലാം എഞ്ചിനീയർമാരുടെ പ്രത്യേകമായ കണക്കുകളാണ്. നീളവും വീതിയും
അളവ് എല്ലാം കൃത്യതയോടുകൂടി അത് പണിതിന്റെ ഫലമായി മനോഹരമായ ദേവാലയമാക്കി തീർത്തു. അത് കുദാശ ചെയ്തത് കാലം ചെയ്ത പൗലോസ് കാതോലിക്ക ബാവയാണ്. ആ ബാവ അന്ന് പ്രസംഗത്തിൽ പറഞ്ഞത് മനോഹരമായി അണിഞ്ഞൊരുങ്ങിയ ഒരു മണവാട്ടിയെ പോലെ ഈ ദേവാലയം ഇരിക്കുന്നു എന്ന് സന്തോഷത്തോടെ തിരുവേണ്ടി പറയുകയുണ്ടായി. ഏകദേശം ഏതാണ്ട് 1.5 കോടി ഉറുപ്പിയോളം അന്ന് ആ ദേവാലയത്തിന് ചെലവായി. ആ പണം മുഴുവനും ആ ഇടവകളിൽ നിന്ന് പിരിക്കുവാൻ ഇടവന്നു എന്ന് സന്തോഷത്തോടെ ഓർക്കുകയാണ്. പുറത്ത് ഒരു ഇടവകയിലും പോയി കൈ നീട്ടേണ്ടി വന്നിട്ടില്ല, ആരോടും ചോദിക്കേണ്ടി വന്നിട്ടില്ല. ആ ഇടവകളിൽ തന്നെ പണം പിരിച്ചുണ്ടാക്കി അവരുടെ ബന്ധുമിത്രാദികളിൽ നിന്നും സ്പോൺസർ ചെയ്യിപ്പിച്ചു. ഒത്തിരി സാധനങ്ങൾ സ്പോൺസർ ചെയ്തു. ഒരു ചില്ലിക്കാശ് കൊടുത്ത് ഒരു സാധനം വാങ്ങിക്കേണ്ടി വന്നിട്ടില്ല. അങ്ങനെ മനോഹരമായ ദേവാലയം പണിത് ഒരു കൊല്ലം കഴിഞ്ഞിട്ടാണ് അവിടുന്ന് റിട്ടയർമെന്റ് ചെയ്യുന്നത്.